Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി ഏഴോം കണ്ണോത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപത്തെ PA മുഹമ്മദ് ഫഹീമാണ് മരണപ്പെട്ടത്. കൂടിയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. KSTP റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. പുന്നച്ചേരിയിൽ കാർ അപകടത്തിൽ സ്ത്രീക്ക് പരിക്ക്. KSTP റോഡിൽ എരിപുരം ഇറക്കത്തിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ മഴ ശക്തമാകും മുൻപ് വിള്ളലുണ്ടായത് ആശങ്കയുണ്ടാക്കുന്നു. പിലിക്കോട് മട്ടലായിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായി തകർന്നത്. സുരക്ഷിതമായി താമസിക്കാൻ വീടില്ല, വഴിയില്ല, കൂട്ടിന് എല്ലുപൊടിയുന്ന അസുഖവും. 1 വർഷക്കാലമായി താൽക്കാലിക ഷെഡൊരുക്കി ജീവിതം കഴിച്ചുകൂട്ടുകയാണ് പയ്യന്നൂർ കണ്ടോത്തെ പുണ്ണാക്കൻ യശോദയും കുടുംബവും. അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ജനകീയ കമ്മിറ്റി രൂപീകരിക്കാനൊരുങ്ങി നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി ഏഴോം കണ്ണോത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപത്തെ PA മുഹമ്മദ് ഫഹീമാണ് മരണപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതര പരിക്ക്. പഴയങ്ങാടി ഏഴോം കണ്ണോത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപത്തെ PA മുഹമ്മദ് ഫഹീമാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മുഹമ്മദ് അബ്രാറിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 അപകടം നടന്നത്. കൊട്ടില ഭാഗത്തേക്ക് പോകുന്ന ബൈക്കും തളിപ്പറമ്പിലേക്ക് പോകുകയായിരുന്ന KL 59 B9495 കാർവർണ്ണൻ എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KSTP റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. പുന്നച്ചേരിയിൽ കാർ അപകടത്തിൽ സ്ത്രീക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസത്തിൽ കാർ അപകടത്തിൽ പ്രവാസി മരണപ്പെട്ട അതേ സ്ഥലത്താണ് വീണ്ടും അപകടം ഉണ്ടായത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടിയിൽ ഇടിച്ച ശേഷമാണ് കൽവർട്ടിന്റെ ഭിത്തിയിലിടിച്ചത്. കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. ഇവരെ പരിയാരം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ യാത്രക്കാരൻ റോഡരികിൽ നിർത്തിയിട്ട് അല്പദൂരം മാറിയപ്പോഴാണ് അപകടം നടന്നത്. ഇദ്ദേഹം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. ചെറുവത്തൂർ സ്വദേശിയായ പ്രവാസി മരണപ്പെടുകയും ചെയ്തിരുന്നു. KSTP റോഡിന്റെ ഭാഗമായി നിർമ്മിച്ച കൽവർട്ടിന്റെ ഭിത്തി റോഡിനോട് ചേർന്ന് നിർമ്മിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. ഡ്രൈവർമാരുടെ അശ്രദ്ധയും വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. 1 വർഷം മുൻപ് പുന്നച്ചേരിയിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. അപകടം നടന്ന ഘട്ടത്തിൽ ഇവിടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇവ പിന്നീട് എടുത്തുമാറ്റുകയായിരുന്നു. വാഹനാപകടങ്ങൾ കുറക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വണ്ടി അടിച്ചിട്ട് തിരിഞ്ഞു പോയതാണ്. ബൈക്ക് ഇപ്പോൾ പരിക്ക് അവരെ വൈഫാന്ന് തോന്നുന്നു. അവർ പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് കുറച്ച് കാലിന് പരിക്കുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപകടം മാറുന്നില്ല. ഇന്നലെ ഇതേ സ്ഥലത്ത് കുവൈത്ത് വരുന്ന ഒരാൾ അടിച്ച് ഇന്നലെ മരിച്ചതാണ്. ഇന്നലെ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KSTP റോഡിൽ എരിപുരം ഇറക്കത്തിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം.
അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം നടന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. എരിപുരം അടുത്തുള്ള ഇറക്കത്തിൽ പെട്രോൾ പമ്പിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പഴയങ്ങാടി ഭാഗത്തു നിന്നും പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ വരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ സമീപത്തെ ഓവുചാലിന് മുകളിലേക്ക് മറിഞ്ഞു. ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആദ്യം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയും പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ്. 3 ദിവസത്തിനിടെ 4ഓളം അപകടങ്ങളാണ് നടന്നത്. പുന്നച്ചേരിയിൽ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപകടങ്ങൾ കുറയ്ക്കാനാവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനാഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ മഴ ശക്തമാകും മുൻപ് വിള്ളലുണ്ടായത് ആശങ്കയുണ്ടാക്കുന്നു. പിലിക്കോട് മട്ടലായിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായി തകർന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ മഴ ശക്തമാവും മുമ്പ് വിള്ളലുണ്ടായത് ആശങ്കയുണ്ടാക്കുന്നു. പിലിക്കോട് മട്ടലായിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായി തകർന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് 50 മീറ്റർ ദൂരത്തിലാണ് പുതിയ പാതയിൽ വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്താണ് ഞായറാഴ്ച രാവിലെ വിള്ളൽ കണ്ടെത്തിയത്. ഇവിടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിരുന്നു. ഇതുവഴി വാഹന ഗതാഗതം ആരംഭിക്കാനിരിക്കെയാണ് വിള്ളലുണ്ടായത്. കാലിക്കടവ് ചെറുവത്തൂർ റോഡ് ഭാഗത്താണ് വിള്ളലുണ്ടായത്. ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തിയാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് പ്ലാസ്റ്റിക് വീപ്പകൾ നിരത്തി ഗതാഗതത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ കരാർ കമ്പനി അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിള്ളലിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. വേനൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ റോഡിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് വലിയ ആശങ്കയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും വാഹനമോടിക്കുന്നവരും ഉയർത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സുരക്ഷിതമായി താമസിക്കാൻ വീടില്ല, വഴിയില്ല, കൂട്ടിന് എല്ലുപൊടിയുന്ന അസുഖവും. 1 വർഷക്കാലമായി താൽക്കാലിക ഷെഡൊരുക്കി ജീവിതം കഴിച്ചുകൂട്ടുകയാണ് പയ്യന്നൂർ കണ്ടോത്തെ പുണ്ണാക്കൻ യശോദയും കുടുംബവും. അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ജനകീയ കമ്മിറ്റി രൂപീകരിക്കാനൊരുങ്ങി നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ. കണ്ടോത്ത് പുണ്ണാക്കൻ യശോദയുടെ കുടുംബത്തിന്റെ ജീവിതം ഇന്ന് കണ്ണുനീരിന്റെയും ദുരിതത്തിന്റെയും നേർക്കാഴ്ചയാണ്. കഴിഞ്ഞ മെയ് മാസത്തിലെ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നതോടെ 5 അംഗ കുടുംബം സുരക്ഷിതമായൊരു താമസ സ്ഥലം പോലുമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. മഴയും ചൂടും ഒരുപോലെ താങ്ങാനാവാത്ത താൽക്കാലിക ഷെഡിലാണ് യശോദയും മകൾ വിജയലക്ഷ്മിയും മരുമകൻ സജീവും 19, 21 വയസ്സുള്ള പേരമക്കളും താമസിക്കുന്നത്. മഴയത്താണ് എൻ്റെ വീട് വീണത്. ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും താമസിക്കുന്ന വീടാണ്. എനിക്ക് മെയിനായിട്ട് വീടും വഴിയും ആവശ്യമാണ്. അമ്മ എല്ല് പൊടിച്ചതാണ്. അമ്മേനെ ഡോക്ടറെ അടുത്ത് പോകണം. വാർപ്പ് ജോലിയിലൂടെ ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് സജീവന്റെ ഏക ആശ്രയം. എന്നാൽ അതുകൊണ്ട് കുടുംബത്തിന്റെ ഭക്ഷണ ചിലവും മരുന്ന് ചിലവും പോലും താങ്ങാനാവാത്ത അവസ്ഥയിലാണ്. എല്ല് പൊടിയുന്ന അസുഖത്തെ തുടർന്ന് കിടപ്പിലായ യശോദയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ പോലും എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ശരിയായ വഴി പോലുമില്ലാത്ത വീട്ടിലേക്ക് രോഗിയുമായി എത്തിച്ചേരുന്നത് കുടുംബത്തിന് വലിയ കഷ്ടതയായി മാറിയിരിക്കുകയാണ്. സ്വന്തമായി അടുക്കളയില്ലാത്തതിനാൽ സമീപവാസികളുടെ കരുണയാൽ അവരുടെ സ്ഥലത്ത് ചെറിയ ഷെഡ് കെട്ടിയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. മഴ പെയ്താൽ ഷെഡിനുള്ളിലേക്ക് വെള്ളം കയറുമോ എന്ന ഭയത്തിലും രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം. ചികിത്സയ്ക്കും ദൈനംദിന ജീവിത ചെലവുകൾക്കുമായി ആവശ്യമായ സഹായം ലഭിക്കാത്തത് ഇവരുടെ ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, കൗൺസിലർ VKP ഇസ്മായിൽ, KT ഹരീഷ്, ലതാ നാരായണൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. 17-ാം വാർഡിലെ ഈ പറയുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞത് കഴിഞ്ഞ മഴക്കാണ്.
അപ്പോൾ അത് സംബന്ധിച്ച് അധികാരികളുടെ മുമ്പിൽ ഒരുപാട് തവണ ഇവർ കയറി ഇറങ്ങി ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർ എല്ലാം സംഘടിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കണ്ടിച്ചിട്ട് ഇപ്പോൾ നിയുക്ത MLA കുഞ്ഞീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് പുനർനിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നിയുക്ത MLA കുഞ്ഞീഷനുടെ ഇവിടെ എത്തിച്ചേരുന്നത്. പ്രാഥമികമായി ഞങ്ങളിപ്പോൾ ആലോചിച്ച കാര്യം ഇസ്മായിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ മഴക്കാലം ഇപ്പോൾ ജൂൺ 1 ആരംഭിക്കുകയാണ്. ഇവിടെ എന്തായാലും താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നേരത്തെ വാടക വീട്ടിലേക്ക് പോകാൻ സന്നദ്ധമായിരുന്നില്ല. ഞാനെന്തായാലും ഇവിടുന്ന് മാറില്ല എന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത്. ഇപ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തൽക്കാലം വാടക വീട്ടിലേക്ക് മാറാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറ്റി ഇവിടെ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിനൊരു ജനകീയ കമ്മിറ്റി കൗൺസിലിന് മുൻകൈ എടുത്തുകൊണ്ടൊരു യോഗം വിളിച്ചു ചേർത്ത് അതിൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ളൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ്. കുടുംബത്തിന് താൽക്കാലികമായി വാടക വീട് ഒരുക്കുന്നതിനും അടിയന്തര യോഗം ചേർന്ന് സഹായ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും തീരുമാനിച്ചതായി ജനപ്രതിനിധികൾ അറിയിച്ചു. മഴക്കാലം ശക്തമാകും മുൻപ് സുരക്ഷിതമായൊരു വീട് ലഭിക്കുമെന്ന അവസാന പ്രതീക്ഷയിലാണ് യശോദയുടെ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു. 18 കോടി രൂപയാണ് നിർമ്മാണ പ്രവൃത്തിക്കായി അനുവദിച്ചിരുന്നത്. പിലാത്തറ മുതൽ പഴയങ്ങാടി വരെ പ്രവൃത്തി നടത്തിയെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ പ്രവൃത്തി നടത്തിയില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആരംഭിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ച മട്ടാണ്. പിലാത്തറ മുതൽ പഴയങ്ങാടി വരെ റോഡ് പ്രവൃത്തി നടത്തിയിരുന്നു. പഴയങ്ങാടി മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള പ്രവൃത്തി പൂർണ്ണമായും നിലച്ച മട്ടാണ്. റോഡിലെ കുഴികൾ കാരണം ഗതാഗതം ദുഷ്കരമാണ്. മഴ കൂടിയെത്തിയാൽ ഇതുവഴി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. 3 മാസം മുൻപ് ആരംഭിച്ച പ്രവൃത്തി പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ച ഘട്ടത്തിൽ ചെറുതാഴം രാമപുരം പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ തടയുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല. ചെറുകുന്ന്, വെള്ളറങ്ങൽ, കോവപ്പുറം, പാപ്പിനിശ്ശേരി ഭാഗങ്ങളിലെല്ലാം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മെറ്റലിന്റെയും താറിന്റെയും ലഭ്യതക്കുറവാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നായിരുന്നു അധികൃതരുടെ വാദം. എന്നാൽ പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന ആരോപണം ഉയരുന്നു. 18 കോടി ഉറുപ്പിക ഇതിനെ പാസ്സാക്കിയിട്ടുണ്ടെന്ന് മുന്നേ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മുടെ MLA എല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ പണി രാത്രി മുതൽ പഴയങ്ങാടി വരെ ഒരുവിധം തീർത്തിട്ടുണ്ട്. പാലത്തിനിപ്പുറത്ത് പാലത്തിനിപ്പുറത്ത് പണി തീരെ തീർത്തില്ല. കാരണം പഴയങ്ങാടി പാലത്തിനിപ്പുറത്താണ് വളരെ റോഡ് മോശമായിട്ടുള്ളത്. മഴ പെയ്താൽ വളരെ മോശമാവും. അവിടുന്ന് വളവട്ടം പാലം വരെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി തീർക്കണം. അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്. മിഞ്ഞാന്ന് ഒരു ആക്സിഡൻ്റായിട്ട് ഒരാൾ മരിച്ചു. ഒരു ദുബായിൽ നിന്ന് വരുന്ന ആളാണ്, അയാൾ മരിച്ചു അന്നേരം സ്പോട്ടിൽ തന്നെ. ഇന്നലെ ഒരു പെണ്ണുങ്ങൾക്ക് ആക്സിഡൻ്റായി ആ മുട്ടിൽ പുന്നശ്ശേരി ഭാഗത്ത്. അപ്പോൾ ഈ റോഡ് മോശമായതിൻ്റെ പേരിലാണ് ഈ ആക്സിഡൻ്റ് എല്ലാം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കർണപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊള്ളാളം എന്ന സ്ഥലത്ത് ചെങ്കൽപ്പണിയിൽ മാലിന്യങ്ങൾ തള്ളിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 3 കേസുകളിലായി 5000 രൂപ വീതം പിഴയിട്ടു. 3 വ്യക്തികളോടും മാലിന്യങ്ങൾ സംഭവ സ്ഥലത്തുനിന്ന് എടുത്തുമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. ചെങ്കൽപ്പണിയിൽ മാലിന്യങ്ങൾ തള്ളിവരുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കണ്ണൂർ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്ന TK സുലൈമാൻ ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിന് പണയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വെറ്റിലയുടെ അവശിഷ്ടങ്ങളും തള്ളിയതിന് 5000 രൂപ പിഴയിട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വെറ്റിലയുടെ അവശിഷ്ടങ്ങളും കൂടിക്കലർന്ന നിലയിലാണ് പണയിൽ ഇട്ടതായി കണ്ടെത്തിയത്. കണ്ണൂർ മാർക്കറ്റിൽ നിന്നും പഴങ്ങളും കൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എടുത്ത് പണയിൽ തള്ളിയതിന് പ്രദേശവാസിയായ പ്രജിത്ത് KV എന്നിവർക്കും സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് അജൈവ മാലിന്യങ്ങളും പണിയിൽ തള്ളിയതിന് മാട്ടൂൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പോഷ് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിനും സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. 3 വ്യക്തികളോടും മാലിന്യങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് എടുത്തുമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK,
കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജ്യോതി വി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെയും വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെയും വ്യാജ ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്ന വ്യക്തിഹത്യ അടക്കമുള്ള സൈബർ പ്രചരണങ്ങൾ പ്രതിഷേധാർഹമാണെന്നും അത്തരം പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെയും വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെയും വ്യാജ ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്ന വ്യക്തിഹത്യ അടക്കമുള്ള സൈബർ പ്രചരണങ്ങൾ പ്രതിഷേധാർഹമാണ്. അത്തരം പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പാർട്ടി പ്രവർത്തകർ ഇത്തരം പ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോകരുതെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ബീഹാറിലും മറ്റും രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പരാജയത്തിന് ഉത്തരവാദികൾ പാർട്ടി നേതാക്കളാണെന്ന മട്ടിൽ ഫോട്ടോ സഹിതം ഉപയോഗിച്ച് കള്ളപ്രചരണം നടത്തുന്നത്. ഇത് അത്യന്തം അപലപനീയമാണ്. LDF സ്ഥാനാർത്ഥിക്കെതിരെ ഹീനമായ വ്യക്തിഹത്യ നടത്തിയത് UDF സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ സംഘമാണ്. ഇവ വ്യാപകമായി വ്യാജ ഐഡികളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചു. പരാജയത്തിനു ശേഷം ഇത്തരം പ്രചരണങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരായി മാറി. പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ പ്രചരിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നതായും പാർട്ടി ഐക്യത്തെ തകർക്കാനുള്ള എതിരാളികളുടെ ഗൂഢനീക്കമാണിതെന്നും ഇക്കാര്യം പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമെന്നും അറിയിച്ചു. വ്യാജ ഐഡികൾ വഴി CPIM-നും പാർട്ടി നേതാക്കൾക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ പ്രചരണങ്ങൾക്കെതിരെ പാർട്ടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരണപ്പെട്ടു. ചെറുകുന്ന കട്ടക്കുളത്തെ ഫെലിൻ ഫ്രെഡറിക് ആണ് ശനിയാഴ്ച രാത്രി വന്ദേ ഭാരത് ട്രെയിൻ തട്ടി മരണപ്പെട്ടത്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ചെറുകുന്ന് കട്ടക്കുളത്തെ ഫെലിൻ ഫ്രെഡറിക് ആണ് ശനിയാഴ്ച രാത്രി വന്ദേ ഭാരത് ട്രെയിൻ തട്ടി മരണപ്പെട്ടത്. ചെറുകുന്ന് ചിടങ്ങിൽ ഒരു ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കലാപരിപാടിക്ക് പോയതായിരുന്നു ഫെലിൻ. പരിപാടി നടക്കുന്നതിനിടെ സുഹൃത്തുക്കളോടൊപ്പം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിയാണ് ഫെലിൻ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഉപയോഗശൂന്യമായി മഴവെള്ള സംഭരണി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി മാറിയത്. മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്കു വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ സ്ഥലത്ത് 1.25 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. 1 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഭരണി എന്ന നിലയിൽ വാർത്താമാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് സമീപത്തു തന്നെ 2 കിണറുകളും നിർമ്മിച്ചിരുന്നു. മെഡിക്കൽ കോളേജിന്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുക്കി. എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിൽ താഴുകയും ചെയ്തു. ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇത് പിളരാൻ കാരണമെന്നതായിരുന്നു കണ്ടെത്തൽ. തുടർ നടപടി എന്ന നിലയിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിയുകയായിരുന്നു. എന്നാൽ കുറേ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വൈകാതെ ചോർച്ച തുടങ്ങി. വൻതോതിൽ ജലം സംഭരിക്കുമ്പോൾ ഷീറ്റിനടിയിലുണ്ടാകുന്ന മർദ്ദം മൂലമാണ് ഷീറ്റ് കീറുന്നതെന്നും അഭിപ്രായം ഉയർന്നു. നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി നന്നാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതോടെ ഒരു നാടിനു മുഴുവൻ ഗുണകരമാകുമായിരുന്ന വൻ പദ്ധതി അകാലചരമം അടയുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കില്ലെന്ന് ഉറപ്പായ സംഭരണി നികത്തി മെഡിക്കൽ കോളേജിന്റെ വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അമ്മത്തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുണ്ടോറ ചാമുണ്ഡി. ദാരികവധം നടത്തിയ ഭദ്രകാളിയുടെ സങ്കല്പത്തിലുള്ള ചാമുണ്ഡി ദൈവമാണ് കുണ്ടോറ ചാമുണ്ഡി. നാട്ടിലേക്ക് നാട്ടുപരിദേവതയായും വീട്ടിലേക്ക് വീട്ടുപരിദേവതയായും ആരാധിക്കപ്പെടുന്നു ഈ ഉഗ്രമൂർത്തി. ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഒരു കാലത്ത് കാളിപൂജ കേരളം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. കുണ്ടോറ ചാമുണ്ഡി ദാരികാന്തകിയായ കാളി എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. ദാരികവധം കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തുവാൻ കാളി കാവേരി പത്മതീർത്ഥക്കുളത്തിൽ കുളിക്കാനിറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന കുണ്ടോറ തന്ത്രിക്ക് ഇത് അസൗകര്യമായി തോന്നി. തന്ത്രി കാളിയെ ചെമ്പുകിടാരത്തിൽ ആവാഹിച്ചു. ചെമ്പുകിടാരം സ്വന്തം ശക്തിയാൽ തകർത്ത് കാളി തനിക്ക് ആരാധനയും പീഠവും ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കുണ്ടോറ ചാമുണ്ഡിയായി ആരാധിക്കപ്പെടാൻ തുടങ്ങിയത്.
പിന്നീട് ചെറുവത്തൂർ, കാലിക്കടവ്, കരിവെള്ളൂർ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചാമുണ്ഡി വന്നെത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓപ്പൺ ഫ്രെയിം പയ്യന്നൂരിന്റെ 11ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മെയ് 12 മുതൽ 15 വരെ നടക്കും. പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്ര സംവിധായകൻ രാകേഷ് ശർമ്മ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 11ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രശസ്ത സംവിധായകനായ രാകേഷ് ശർമ്മ നിർവഹിക്കും. 2026 മെയ് 12 മുതൽ 15 വരെ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് മേള നടക്കുന്നത്. സംവിധായകരായ ഡോക്ടർ ബിജു, ജിയോ ബേബി, ഷെറി ഗോവിന്ദ്, നിബിൻ നാരായണൻ, രാമദാസ് കടവല്ലൂർ, രാജേഷ് ജെയിംസ്, അഭിനേതാവായ ഇർഷാദ്, കവി PN ഗോപികൃഷ്ണൻ, ഡോക്ടർ EV രാമകൃഷ്ണൻ, ഡോക്ടർ K രാമകൃഷ്ണൻ തുടങ്ങിയവർ മേളയോടനുബന്ധിച്ചുള്ള വിവിധ സെഷനുകളിൽ സംസാരിക്കും. ഓപ്പൺ ഫ്രെയിമിൻ്റെ 11ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണ്. പയ്യന്നൂർ ശ്രീവത്സം എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയത്തിലാണ് 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ മേള നാളെ മുതൽ ആരംഭിക്കുന്നത്. ഈ മേളയിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഗോവയിലും തിരുവനന്തപുരത്തും പ്രദർശിപ്പിച്ച ഏറ്റവും പുതിയ ലോക സിനിമകൾ മലയാളം ഉപശീർഷകങ്ങളോടെയാണ് പയ്യന്നൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഓപ്പൺ ഫ്രെയിം സംഘടിപ്പിക്കുന്ന 11ാമത് മേളയാണ്. ഓപ്പൺ ഫ്രെയിമിൻ്റെ 22 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഈ മേളയെ വളർത്തിയെടുക്കാൻ ഓപ്പൺ ഫ്രെയിമിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എറണാകുളം മുതൽ മംഗലാപുരം വരെയുള്ള ചലച്ചിത്ര ആസ്വാദകർ പയ്യന്നൂരിൽ വന്ന് താമസിച്ച് കാണുന്ന ഒരു ചലച്ചിത്ര മേളയായിട്ട് ഈ മേള മാറുന്നുണ്ട്. 20 ലോക സിനിമകൾ മലയാളം സബ് ടൈറ്റിലുകളോടെ പ്രദർശിപ്പിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ദിവസവും 5 സിനിമകൾ പ്രദർശിപ്പിക്കും. ഓപ്പൺ ഫോറങ്ങൾ, പാനൽ ചർച്ചകൾ, ചലച്ചിത്രകാരന്മാരുമായുള്ള മുഖാമുഖങ്ങൾ എന്നിവയും മേളയോടനുബന്ധമായി ഉണ്ടാകും. മലയാളം സബ് ടൈറ്റിലുകളോടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ച സിനിമകൾ ഉൾപ്പെടുത്തി നടത്തുന്ന കേരളത്തിലെ ഏക രാജ്യാന്തര മേളയാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുറെ കൂടി ആർജവത്തോടെയും സൂക്ഷ്മതയോടും കൂടി വോട്ട് ചെയ്യുകയും ജനാധിപത്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാലം വരും കാലത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ. ചീമേനിയിൽ രഞ്ജു MVയുടെ ചാൾസ് ഡാർവിന്റെ കണക്കുപുസ്തകം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിയും ചെറുകഥാകൃത്തുമായ രഞ്ജു MVയുടെ ഏറ്റവും പുതിയ പുസ്തകം ചാൾസ് ഡാർവിന്റെ കണക്ക് പുസ്തകം ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിനിൽ നിന്ന് KN പ്രശാന്ത് പുസ്തകം ഏറ്റുവാങ്ങി. കുറെ കൂടി ആർജവത്തോടെയും സൂക്ഷ്മതയോടും കൂടി വോട്ട് ചെയ്യുകയും ജനാധിപത്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലം വരുംകാലത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നോവലിസ്റ്റ് ബെന്യാമിൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. 2 വലിയ ചൂടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഒന്ന് ഇലക്ഷന്റെ ചൂടായത്, അതെല്ലാം ഒന്ന് തലയിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മൾ കുറച്ച് ശാന്തരായി ഇരിക്കുക. 2 വേനലിന്റെ ചൂടായത്, ഇപ്പോൾ കിട്ടിയ കുറച്ച് മഴയുടെ ഒരു ബലത്തിൽ ചൂടൊന്ന് ശമിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാലും പൂർണ്ണമായും മാറിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചൂട് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കേരളം ഇനി കുറച്ച് ശാന്തമായിട്ടൊക്കെ പോകാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ കുറച്ച് പൊറാട്ട് നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരൂപകൻ EP രാജഗോപാലൻ പുസ്തക പരിചയം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി അധ്യക്ഷത വഹിച്ചു. ജയചന്ദ്രൻ കുട്ടമത്ത്, കരുണാകരൻ KV, വിനോദ്കുമാർ C, വിനോദ്കുമാർ PB തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രഞ്ജു MV മറുമൊഴി രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മെയ് 12 ലോക സസ്യാരോഗ്യ ദിനം. ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള സസ്യ ജൈവ സുരക്ഷ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള അനിവാര്യതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓരോ വർഷവും കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം കാരണം 40% കാർഷിക വിളകൾ നശിച്ചു പോകുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ സസ്യങ്ങളുടെ വലിയ നാശത്തിന് കാരണമാകുന്നു. സസ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് കൃഷിയെ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു രാജ്യത്തു നിന്നും യാത്രകളിൽ നിന്നോ ഓൺലൈനായോ മറ്റോ വിത്തുകളും ചെടിയും വാങ്ങുമ്പോഴും നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ നാട്ടിൽ വിതയ്ക്കുന്ന വിപത്തുകൾ നാം കണ്ടു കഴിഞ്ഞു.
ഈ ചിന്തയിൽ നിന്നാണ് ഐക്യരാഷ്ട്രസഭ മെയ് 12 സസ്യാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള അഭിവാദ്യതയെ കൂടിയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 62 വർഷത്തിനു ശേഷം നടന്ന കളിയാട്ടം സമാപിച്ചു. ഊർപ്പഴശ്ശി വേട്ടയ്ക്കൊരു മകൻ തെയ്യക്കോലങ്ങൾ ആയിരങ്ങൾക്ക് ദർശനം നൽകി. കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 62 വർഷത്തിന് ശേഷം അരങ്ങിലെത്തിയ ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ തെയ്യക്കോലങ്ങൾ ആയിരങ്ങൾക്ക് ദർശനം നൽകി. 4 ദിവസമായി നടന്ന കളിയാട്ടത്തിൽ 3 സന്ധ്യകളിൽ ഊർപ്പഴശ്ശിയുടെയും വേട്ടക്കുരുമകന്റെയും വെള്ളാട്ടങ്ങൾ അരങ്ങു നിറഞ്ഞാടി. 3 പകൽ ഇവയുടെ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി. വരച്ചുവയ്ക്കൽ ദിവസം പ്രശ്നചിന്തയിൽ കണ്ടെത്തിയ കോലധാരികളായിരുന്നു ഊർപ്പഴശ്ശിയുടെയും വേട്ടക്കുരുമകന്റെയും തെയ്യക്കോലങ്ങൾ സമാപന ദിവസം കെട്ടിയാടിയത്. രാവിലെ ഊർപ്പഴശ്ശി ദൈവം അരങ്ങിലെത്തി. ഉച്ചതിരിഞ്ഞ് വേട്ടക്കുരുമകനും അരങ്ങിലെത്തി. രാത്രിയോടെ വേട്ടക്കുരുമകന്റെ തിരുമുടി താഴ്ന്നതോടെ കളിയാട്ടം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സംഗമം പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി സംഗമം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലകളിൽ നിന്നുള്ള കൗൺസിലർമാരുടെ സംഗമം പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി സംഗമം ഉദ്ഘാടനം ചെയ്തു. വായനശാലകളുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിനും സാംസ്കാരിക ഉന്നമനത്തിനും ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി ചന്ദ്രശേഖരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ നിർവഹിച്ചു. YV സുകുമാരൻ, KV സുനുകുമാർ, VV ചന്ദ്രശേഖരൻ, VP സുകുമാരൻ, ശ്രീലേഖ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലൈബ്രറി പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം പുരോഗമിക്കവേ ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇഷ്ടദൈവത്തിന് സമർപ്പിക്കാൻ പല ചടങ്ങുകളും ഉണ്ടിവിടെ. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം പുരോഗമിക്കവേ ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇഷ്ടദൈവത്തിന് സമർപ്പിക്കാൻ പല ചടങ്ങുകളുമുണ്ടിവിടെ. വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഈ ആരാധനാലയത്തെ വ്യത്യസ്തമാക്കുന്നത്. ആട്, പന്നി, പശു, കൈ, കാൽ, വയറ് എന്നിങ്ങനെ വിവിധങ്ങളായുള്ള രൂപങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ ഏറെ ഹൃദ്യമായ കാഴ്ചയാണ്. ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ ജനങ്ങളുടെ വിഷമങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ദേവപ്രീതിക്ക് വേണ്ടിയിട്ടും ദേവന്റെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ടും വിവിധ നേർച്ചകൾ ഇവിടെ നൽകി വരുന്നു. തങ്ങളുടെ സങ്കടങ്ങൾ വിഷ്ണുമൂർത്തിയുടെ മുൻപിൽ സമർപ്പിച്ച് തൊഴുതു നിൽക്കുന്ന ഭക്തജനങ്ങൾ കാഴ്ചയിൽ അനുഭൂതി പകരുന്നു. ഇതിനായി ദൂരദേശത്തു നിന്ന് പോലും ഭക്തർ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. ചന്തപ്പുരയിൽ വയോജന വിശ്രമ കേന്ദ്രത്തിന് സമീപത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപ്പുരയിലെ വയോജന വിശ്രമ കേന്ദ്രത്തിന് സമീപത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയത്. വെള്ളം റോഡിലൂടെ ഒഴുകിയും തടം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലുമായി. വേനലിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴാണ് ഇവിടെ അധികൃതരുടെ അനാസ്ഥയിൽ വെള്ളം പാഴാകുന്നത്. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡ് മുഴുവനായി ടാറിംഗ് ചെയ്യാത്തത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ചന്തപ്പുര ചെറുവിച്ചേരി പാലം കടവത്ത് റോഡാണ് ടാറിംഗ് മുഴുവനായി പൂർത്തീകരിക്കാത്തത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 9ാം വാർഡിലെ ചന്തപ്പുര ചെറുവിച്ചേരി പാലം കടവത്ത് റോഡാണ് ടാറിംഗ് മുഴുവനായി പൂർത്തീകരിക്കാത്തത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തത്. ഘട്ടം ഘട്ടമായാണ് ടാറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വർഷം 15 കഴിഞ്ഞിട്ടും റോഡ് മുഴുവനായി ടാറിംഗ് പൂർത്തിയാക്കാത്തത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നിത്യേന നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. 300 മീറ്ററോളം ഭാഗമാണ് ഇനി ടാറിംഗ് നടത്താൻ ബാക്കിയുള്ളത്. മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കും. കൂടാതെ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ
ബാക്കി വരുന്ന ഭാഗം ഉയർത്തി ടാറിംഗ് ചെയ്യണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഉത്സവാഘോഷ സ്ഥലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ആഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഉത്സവാഘോഷം പുരോഗമിക്കെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ നേരത്തെ തന്നെ ജലപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വിവിധ ഘട്ടങ്ങളിലായി കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ ചെയ്യുകയും ചെയ്തു. പാചകത്തിലേർപ്പെടുന്ന മുഴുവൻ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് ഉറപ്പുവരുത്തി. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രമേ നൽകുന്നുള്ളൂ. മലിനജലം ഒഴുക്കിവിടാതെ ട്രീറ്റ്മെന്റ് പ്ലാൻ വഴി ട്രീറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ഭക്ഷ്യമാലിന്യങ്ങൾ കാലതാമസമില്ലാതെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഭക്ഷണ വിതരണത്തിന് മുൻപായി എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചിടുന്നതിനുള്ള ബാരലുകളും സംഭരണ കൊട്ടകളും ഉത്സവ പ്രദേശങ്ങളിലും റോഡരികിലും സ്ഥാപിച്ചിരിക്കുന്നു. ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ട് എന്നും ജലം പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് എന്നും ഉറപ്പുവരുത്തി. ടോയ്ലറ്റിൽ ജലലഭ്യതയും വൃത്തിയും ഉറപ്പുവരുത്തി. മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സഹകരണം ലഭ്യമാക്കി. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള ആരോഗ്യ പവലിയനും ആംബുലൻസ് സൗകര്യവും ഒരുക്കി. ഉത്സവാഘോഷം ശുചിത്വപൂർണവും ആരോഗ്യകരവുമാക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ആഘോഷ കമ്മിറ്റിയും നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ആ വകുപ്പ് തലവന്മാർ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആഘോഷ കമ്മിറ്റി ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുഴുവൻ പാചക തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമി ആതിഥേയത്വം വഹിച്ച അന്തർ സംസ്ഥാന വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം സ്പോർട്ടിംഗ് FA ടീം ജേതാക്കളായി. 5 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ 3 വിഭാഗങ്ങളിൽ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 16 ടീമുകളാണ് മാറ്റുരച്ചത്. സീനിയർ വിഭാഗത്തിൽ കോഴിക്കോട് ന്യൂ സെറ്റിലേഴ്സ് ടീമാണ് റണ്ണേഴ്സ് അപ്പ്. 5 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിൽ നെയ്വേലി സ്റ്റുഡൻസ് FC ടീം തൃശൂർ യൂണിക് FC ടീമിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിൽ നെയ്വേലി സ്റ്റുഡൻസ് FC ടീം തൃക്കരിപ്പൂർ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയെയാണ് പരാജയപ്പെടുത്തിയത്. സമാപന ചടങ്ങിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ K സുധാകരൻ സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ഡ്രീംസ് അക്കാദമി ചെയർമാൻ ഡോക്ടർ V രാജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് മാപ്പിടച്ചേരി, VM മഹേഷ്, KV രജീഷ്, TV മനോജ്, VM അശോകൻ, K ഉമേഷ്, ഡോക്ടർ TC ജീന, TV ഗോപാലകൃഷ്ണൻ, KV ഷാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കിനാത്തിൽ പുറവങ്കര റോഡ് ഉദ്ഘാടനം ചെയ്തു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2025-26 പടന്ന ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കിനാത്തിൽ പുറവങ്കര റോഡ് ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് MV സ്വാഗതം പറഞ്ഞു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മെയ് 16, 17 തീയതികളിൽ നടത്താനിരുന്ന ചന്തപ്പുര കൊഴുമൽ ചട്ടടി തറവാട് കളിയാട്ട തറവാട്ടംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മെയ് 23, 24 തീയതികളിലേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി ഏഴോം കണ്ണോത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപത്തെ PA മുഹമ്മദ് ഫഹീമാണ് മരണപ്പെട്ടത്. കൂടിയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്.
KSTP റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. പുന്നച്ചേരിയിൽ കാർ അപകടത്തിൽ സ്ത്രീക്ക് പരിക്ക്. KSTP റോഡിൽ എരിപുരം ഇറക്കത്തിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ മഴ ശക്തമാകും മുൻപ് വിള്ളലുണ്ടായത് ആശങ്കയുണ്ടാക്കുന്നു. പിലിക്കോട് മട്ടലായിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായി തകർന്നത്. സുരക്ഷിതമായി താമസിക്കാൻ വീടില്ല, വഴിയില്ല, കൂട്ടിന് എല്ലുപൊടിയുന്ന അസുഖവും. ഒരു വർഷക്കാലമായി താൽക്കാലിക ഷെഡൊരുക്കി ജീവിതം കഴിച്ചുകൂട്ടുകയാണ് പയ്യന്നൂർ കണ്ടോത്തെ പുണ്ണാക്കൻ യശോദയും കുടുംബവും. അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ജനകീയ കമ്മിറ്റി രൂപീകരിക്കാനൊരുങ്ങി നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.